ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മളെ സമ്പന്നരാക്കാൻ സഹായിക്കുന്ന കുറച്ച് മണി ഹാബിറ്റ്സിനെ പറ്റിയാണ്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പണത്തിന് വളരെ ഇമ്പോർട്ടൻറ്റ് സ്ഥാനമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. വളരെ ബുദ്ധിപരമായി പണം ഉപയോഗിച്ച് ആ പണത്തിനെ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് ട്രാക്ക് യുവർ സ്പെൻഡിങ് എന്നുള്ളതാണ്. നമ്മുടെ വരവ് ചിലവുകളെ നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഒരു മാസത്തെ നമ്മുടെ ടോട്ടൽ ഇൻകം എത്രയാണ്, അതിൽ നിന്നും എത്ര രൂപയാണ് നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് ചിലവാക്കുന്നത്, അതിൽ നിന്നും എത്ര രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എല്ലാ മാസവും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. സോ ഇങ്ങനെ നമ്മളെ ഫൈനാൻസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് മൊബൈലിൽ പല ആപ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്, അതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. സോ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഇൻകവും ചിലവും ട്രാക്ക് ചെയ്യുക എല്ലാ മാസവും. നമ്മൾക്കറിയാം, നമ്മൾ ഏർലി 20s ആയിരിക്കും നമ്മൾ പണം സമ്പാദിക്കാൻ തുടങ്ങേണ്ടത്. അപ്പോൾ തന്നെ നമ്മുടെ ഒരു ജീവിതത്തിലോട്ട് ഈ ഫൈനാൻഷ്യൽ ഡിസിപ്ലിനെ കൊണ്ടുവരുവാൻ ശ്രമിക്കുക. പണം സമ്പാദിക്കാൻ സഹായിക്കുന്ന രണ്ടാമത്തെ ഹാബിറ്റാണ് പേ യുവർ സെൽഫ് ഫസ്റ്റ്. നമ്മൾക്ക് വേണ്ടി ആദ്യം തന്നെ പണം മാറ്റിവെക്കുക എന്നുള്ളത്. നമ്മൾ പറയാറില്ലേ, സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാമെന്നുള്ളത്. പണം സമ്പാദിക്കാൻ തുടങ്ങുന്ന സമയം തൊട്ട് തന്നെ സേവിങ് ഹാബിറ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റേണ്ടതുണ്ട്. ഇതിനായിട്ട് നമുക്ക് ഷോർട്ട് ടൈം, ലോങ് ടൈം, മിഡ് ടൈം ഗോളുകളൊക്കെ സെറ്റ് ചെയ്യാം. ഷോർട്ട് ടൈം ഗോൾ എന്ന് പറയുന്നത് ഒരു എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ ജോലിയൊക്കെ നഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഒരു 3-4 മാസത്തേക്കുള്ള ഫൈനാൻസ് നമ്മുടെ സേവിങ്ങിൽ സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മണി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് ജോലി പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എമർജൻസി ആയിട്ടൊരു ഹെൽത്ത് കണ്ടീഷൻ വരികയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാൻ പാകത്തിന് ഒരു 3-4 മാസത്തേക്കുള്ള ടോട്ടൽ ഇൻകം, ഒരു 3-4 മാസത്തേക്ക് നമുക്ക് എത്ര രൂപ ചിലവാകുമോ ആ ഒരു പൈസ നമുക്ക് സേവ് ചെയ്ത് വെക്കുക എന്നുള്ളത്. ലോങ് ടൈം സേവിങ് ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ റിട്ടയർമെൻറ്റിനോട്ടൊക്കെ വേണ്ടി ആദ്യം തന്നെ പണം നിക്ഷേപിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. നമ്മുടെ പണം ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹാബിറ്റാണ് ഇൻവെസ്റ്റ് എയർലി എന്നുള്ളത്. പണം സേവ് ചെയ്താൽ മാത്രം പോരാ, അത് നമുക്ക് എവിടെ നിക്ഷേപിക്കാം, എവിടെ നിക്ഷേപിച്ചാൽ ആ പണം നമുക്ക് ഗ്രോ ആകും എന്നുള്ളതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മണി ഇൻവെസ്റ്റ് ചെയ്യാൻ പല പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. നമുക്ക് സെൽഫായിട്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബാങ്ക് വഴി നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ്, അതുപോലെയുള്ള പല പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് മണി ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫൈനാൻഷ്യൽ ഗോൾ എന്താണോ അതിനനുസരിച്ചുള്ള സേഫ് ആയിട്ടൊരു പ്ലാറ്റ്ഫോമിൽ വളരെ നേരത്തെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലോങ് ടൈം ആയിട്ട് നമ്മൾ നിക്ഷേപിച്ചാൽ നമുക്ക് റിട്ടയർമെൻറ്റ് പോലുള്ള സമയങ്ങളിൽ നമുക്ക് നല്ലൊരു ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും. നാലാമത്തെ മണി ഹാബിറ്റ് ആണ് ലീവ് ബിലോ യുവർ മീൻസ് എന്നുള്ളത്. അതായത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങുവാൻ ശ്രമിക്കുക എന്നുള്ളത്. പ്രൈസ് ടാഗ് നോക്കിയതിന് ശേഷം ഇത് നമ്മളെ കൊണ്ട് അഫോർഡബിൾ ആണോ എന്നതും, അതുപോലെ തന്നെ ഈ സാധനം വാങ്ങിയാൽ ഞാൻ കടക്കാരനാകുമോ എന്നൊക്കെ ഉള്ളത് ചിന്തിച്ചതിന് ശേഷം മാത്രം നമ്മൾ വാങ്ങുക. നമ്മൾ ഓൾവേസ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എത്ര മണിയാണോ ഏൺ ചെയ്യുന്നത് അതിലും താഴെയായിരിക്കണം നമ്മുടെ സ്പെൻഡിങ് ഓരോ മാസത്തെയും എന്നുള്ളതാണ്. അഞ്ചാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മണി ഹാബിറ്റാണ് പേ ബാഡ് ഡെബ്റ്റ്സ് ഫസ്റ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡ് പോലെയുള്ള കടങ്ങൾ, വളരെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിട്ടുള്ള കടങ്ങളുണ്ടെങ്കിൽ ആ കടങ്ങൾ ആദ്യം അടച്ചു തീർക്കുവാൻ ശ്രമിക്കാം. ആറാമത്തെ ഒരു ഹാബിറ്റാണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻകം ഉണ്ടാക്കുവാൻ ശ്രമിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പല ഓപ്പർച്യൂണിറ്റീസ് റിസർച്ച് ചെയ്യുക, നമ്മുടെ സ്കിൽസിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക, നമ്മുടെ റെഗുലർ ജോബിനോടൊപ്പം വേറെ പല ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് നമ്മുടെ ഇൻകത്തെ കൂട്ടിക്കൊണ്ടിരിക്കുവാൻ ശ്രമിക്കുക. ഏഴാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മണി ഹാബിറ്റാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിംഗ് എന്നുള്ളത്. നമ്മുടെ അറിവ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് പണം കൂടുതൽ സമ്പാദിക്കാൻ പറ്റുന്നതാണ്. ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകൾ വായിക്കുക, പലതരത്തിലുള്ള വീഡിയോസ് കാണുക, എങ്ങനെ പണം ഇമ്പ്രൂവ് ചെയ്യാം, നമ്മുടെ സ്കിൽസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി, സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്, എവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ഏത് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മുടെ മണി കൂടുതൽ ഗ്രോ ആകും തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ വളരെയധികം ശ്രദ്ധാലുവായിട്ട് പഠിക്കുവാൻ ശ്രമിക്കുക. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ലേണിങ്ങിലൂടെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ പണമൊക്കെ സമ്പാദിക്കാൻ പറ്റുന്നതായിരിക്കും. എട്ടാമത്തെ മണി ഹാബിറ്റാണ് സ്റ്റേ ഡിസിപ്ലിൻഡ് ആൻഡ് കൺസിസ്റ്റൻറ്റ് എന്നുള്ളത്.
നമ്മുടെ ഫൈനാൻഷ്യൽ ഗോൾസൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിരന്തരമായിട്ട് നമ്മൾ എല്ലാ മാസവും നമ്മളൊരു ഫിക്സ്ഡ് എമൗണ്ട് സേവ് ചെയ്യുകയും അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യും, അതിൽ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ പറഞ്ഞ മണി ഹാബിറ്റ്സ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അഡാപ്റ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.